Hello, good morning. Today we are going to discuss the differences between amalgamation in the nature of merger and amalgamation in the nature of purchase. Okay, these are the two important types of amalgamation. അമാൽഗമേഷൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ടൈപ്സ് ആണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മർജർ ആൻഡ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ഈ രണ്ട് മെത്തേഡുകൾ തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അമാൽഗമേഷൻ എന്ന് പറയുന്നത് ലിക്വിഡേഷൻ ഓഫ് ടു ഓർ മോർ കമ്പനീസ് ആൻഡ് ഫോമിംഗ് ഓഫ് അനദർ കമ്പനി. ഇവിടെ ഒരു ട്രാൻസ്ഫറർ കമ്പനി ഉണ്ടാവും, അതുപോലെ തന്നെ ട്രാൻസ്ഫറി കമ്പനി ഉണ്ടാവും. ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത് ഓൾറെഡി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന വൈൻഡിങ് അപ്പ് ചെയ്യപ്പെടുന്ന കമ്പനിയെയാണ് നമ്മൾ ട്രാൻസ്ഫറർ കമ്പനി എന്ന് പറയുന്നത്. എന്നാൽ ലിക്വിഡേറ്റ് ചെയ്യുന്ന കമ്പനിയെ ഏറ്റെടുക്കുന്ന കമ്പനികളെ നമ്മൾ ട്രാൻസ്ഫറി കമ്പനി എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി നോക്കാം അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ. So the assets, liabilities and reserves are transferred at their respective book value. ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സ്, ലാബിലിറ്റി ആൻഡ് റിസർവ്സ് ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണ് ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റും ലാബിലിറ്റി ആൻഡ് റിസർവ്സ് ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, മാറ്റുന്നത്. ഓക്കെ, ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ലിക്വിഡേറ്റ് ചെയ്യപ്പെടുന്ന കമ്പനിയെ നമ്മൾ ട്രാൻസ്ഫറർ കമ്പനി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റും ലാബിലിറ്റിയും റിസർവും ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് മാറ്റപ്പെടുന്നത് അതിൻ്റെ ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണ്. എന്നാൽ അണ്ടർ ദ പർച്ചേസ് മെത്തേഡ് പ്രകാരം the assets, liability and reserves are transferred either at their book value or fair value. But in the case of purchase method പ്രകാരം ഒരു ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സ്, ലാബിലിറ്റി ആൻഡ് റിസർവ്സ് ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, മാറ്റപ്പെടുന്നത് ഒന്നുകിൽ ബുക്ക് വാല്യൂവിലാവാം, അതല്ലെങ്കിൽ ഫെയർ വാല്യൂവിലാവാം. ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്, ലാബിലിറ്റി ആൻഡ് റിസർവ് ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ മാറ്റപ്പെടുന്നത് ഒന്നുകിൽ ബുക്ക് വാല്യൂവിലാവാം, അതല്ലെങ്കിൽ ഫെയർ വാല്യൂവിലാവാം. ഇതാണ് പർച്ചേസ് മെത്തേഡിനകത്ത് പറയുന്നത്. എന്നാൽ മെർജർ മെത്തേഡ് പ്രകാരം ഒരു ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സ്, ലാബിലിറ്റി ആൻഡ് റിസർവ് ട്രാൻസ്ഫറർ കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് മാറ്റപ്പെടുന്നത് ബുക്ക് വാല്യൂവിൻ്റെ ബേസിൽ മാത്രമാണ്. ഓക്കെ, സോ ഇറ്റ് കൺസിഡർ ഓൺലി ഇൻ ബുക്ക് വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യപ്പെടുന്നുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്. സെക്കൻഡ്, ദ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് യൂഷ്വലി വാല്യൂഡ് അറ്റ് ദ പാർ വാല്യൂ ഓഫ് ദ ഷെയർസ് ഇഷ്യൂഡ്. ഒരു ട്രാൻസ്ഫറർ കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മറ്റൊരു ബിസിനസ് സ്ഥാപനം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഏറ്റെടുക്കുന്ന ബിസിനസ് സ്ഥാപനത്തിന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടത് പാർ വാല്യൂ ഓഫ് ദ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ പാർ വാല്യൂവിൻ്റെ ബേസിലാണ് എന്നാണ് സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത്. ദ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് യൂഷ്വലി വാല്യൂഡ്. പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ദ പാർ വാല്യൂ ഓഫ് ദ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ പാർ വാല്യൂവിൻ്റെ ബേസിലാണ്. But in the case of purchase method, purchase consideration is usually valued at the market price of the shares issued. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം ട്രാൻസ്ഫറർ കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുന്ന സമയത്ത് ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ
വാല്യൂ ചെയ്യേണ്ടത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് ഇഷ്യൂഡ്. ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിലാണ്. ഇതാണ് സെക്കൻഡ് ഡിഫറൻസ്. ഓക്കെ, മെർജർ മെത്തേഡ് പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ പാർ വാല്യൂവിൻ്റെ ബേസിലാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിലാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് ഡിഫറൻസ്, ഇറ്റ് ഈസ് ഓൾവേസ് ഇൻറ്റൻഡഡ് ടു കണ്ടിന്യൂ ദ ബിസിനസ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്ത് നടത്തുന്ന സമയത്ത് ട്രാൻസ്ഫറർ കമ്പനി എന്തു തരത്തിലുള്ള ബിസിനസ് സ്ഥാപനമാണോ നടത്തിക്കൊണ്ട് പോയിരുന്നത്, എന്തു തരത്തിലുള്ള ബിസിനസ്സാണോ നടത്തിക്കൊണ്ട് പോയിരുന്നത്, ഏത് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണോ ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിരുന്നത്, അതേ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ വേണം ട്രാൻസ്ഫറി കമ്പനി അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോവാൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനി എന്താണോ ചെയ്തിരുന്നത് അത് തന്നെ ട്രാൻസ്ഫറി കമ്പനി അത് ഏറ്റെടുത്ത് കഴിഞ്ഞാലും അതുപോലെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണം. ഓക്കെ, ട്രാൻസ്ഫറർ കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ട്രാൻസ്ഫറർ കമ്പനി ഏത് തരത്തിലുള്ള ബിസിനസ്സാണോ നടത്തിക്കൊണ്ട് പോയിരുന്നത് ആ ബിസിനസ് സ്ഥാപനം അതുപോലെ അതേ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ട്രാൻസ്ഫറി കമ്പനി നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ഇതാണ് തേർഡ് ഡിഫറൻസ് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പർച്ചേസ് മെത്തേഡ് പ്രകാരം പറയുന്നത് ഇറ്റ് മെ നോട്ട് ബി ഇൻറ്റൻഡഡ് ടു കണ്ടിന്യൂ ദ ബിസിനസ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം ട്രാൻസ്ഫറർ കമ്പനിയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫറർ കമ്പനി ഏത് തരത്തിലുള്ള ബിസിനസ്സാണോ നടത്തിക്കൊണ്ട് പോയിരുന്നത് അതേ ബിസിനസ് അതേ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ നടത്തിക്കൊണ്ട് പോകണമെന്നില്ല. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫറർ കമ്പനിക്ക് അവരുടെ ഇഷ്ടപ്രകാരം ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാം. ട്രാൻസ്ഫറർ കമ്പനി നടത്തിയ അതേ ബിസിനസ് തന്നെ നടത്തിക്കൊണ്ട് പോകണമെന്നില്ല. ഓക്കെ, എന്നാൽ മെർജർ മെത്തേഡ് പ്രകാരം ട്രാൻസ്ഫറർ കമ്പനി എന്താണോ നടത്തിയിരുന്നത്, എന്ത് ബിസിനസ്സാണോ നടത്തിക്കൊണ്ടിരുന്നത്, എന്ത് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണോ ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് അതേ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെ ട്രാൻസ്ഫറി കമ്പനി അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകണമെന്നായിരുന്നു. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം അങ്ങനെയില്ല. ട്രാൻസ്ഫറർ കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫറി കമ്പനിക്ക് അവരുടെ ഇഷ്ടപ്രകാരം ബിസിനസ് സ്ഥാപനം നടത്തി മുന്നോട്ട് പോവാം. അതേ ഉദ്ദേശ ലക്ഷ്യമൊന്നും ആവണമെന്നില്ല. ഇതാണ് തേർഡ് ഡിഫറൻസ്. ദെൻ ഫോർത്ത്, മെർജർ മെത്തേഡ് പ്രകാരം ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ട് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി ഈസ് അഗ്രിഗേറ്റഡ് വിത്ത് ദ ബാലൻസ് ഓഫ് ദ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫറി കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസുമായിട്ട് അഗ്രഗേറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് അവർ മുന്നോട്ട് കൊണ്ടുപോകും. ട്രാൻസ്ഫറർ കമ്പനിയെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ രണ്ട് കമ്പനിയും ഒന്നായി. അപ്പോൾ ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫറി കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടുമായി അഗ്രഗേറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് അവർ മുന്നോട്ട് പോകും. But in the case of purchase method, the balances of the profit or loss account of the transferor company is not included in the book value of transferee company. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്ക് വാല്യൂവുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ് പറയുന്നത്. അവിടെ ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്ക് വാല്യൂവുമായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടുമായിട്ട് അതിനെന്ത് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. എന്നാൽ മെർജർ മെത്തേഡ് പ്രകാരം രണ്ട് കമ്പനിയുടെയും പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രഗേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പരസ്പരം കൂട്ടി യോജിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ത് ചെയ്യുന്നില്ല, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്ക് വാല്യൂവുമായിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. Then last difference, all reserves whether capital or revenue are merged into the reserve of the transferee company. ഇവിടെ ട്രാൻസ്ഫറർ കമ്പനിയുടെ എല്ലാ റിസർവുകളും അത് ക്യാപിറ്റൽ റിസർവ് ആവാം, റവന്യൂ റിസർവ് ആവാം. ഏത് തരത്തിലുള്ള റിസർവ് ആണെങ്കിലും, ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലും റവന്യൂ റിസർവ് ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, സോ
ആർ മെർജ്ഡ് ഇൻ ടു ദ റിസർവ് ഓഫ് ദ ട്രാൻസ്ഫറിംഗ് കമ്പനി. ട്രാൻസ്ഫറിംഗ് കമ്പനിയുടെ റിസർവുമായിട്ട് അത് മെർജ് ചെയ്യുന്നുണ്ട്. മെർജ് ചെയ്യുക മീൻസ് എന്താണ്? കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രണ്ടും കൂടെ ക്ലബ് ചെയ്യുന്നുണ്ട്, കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഓൾ റിസർവ് വെദർ ക്യാപിറ്റൽ ഓർ റവന്യൂ, ക്യാപിറ്റൽ റിസർവ് ആയിക്കോട്ടെ റവന്യൂ റിസർവ് ആയിക്കോട്ടെ, എല്ലാ റിസർവുകളും ട്രാൻസ്ഫറർ കമ്പനിയുടെയും ട്രാൻസ്ഫറിംഗ് കമ്പനിയുടെയും തമ്മിൽ എന്ത് ചെയ്യും? മെർജ് ചെയ്യും. എന്തിനകത്ത്? മെർജിങ് മെത്തേഡ് പ്രകാരം. എന്നാൽ ഇൻ ദ കേസ് ഓഫ് പർച്ചേസ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ only statutory reserves and other reserves which are clearly mentioned. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളും അതുപോലെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റു റിസർവുകളുമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആർ മെർജ്ഡ് ഇൻ ടു ദ റിസർവ് ഓഫ് ദ ട്രാൻസ്ഫറിംഗ് കമ്പനി, ട്രാൻസ്ഫറിംഗ് കമ്പനിയുടെ റിസർവുമായിട്ട് മെർജ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പം മെർജിങ് മെത്തേഡ് പ്രകാരം എല്ലാ റിസർവുകളും ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലും റവന്യൂ റിസർവ് ആണെങ്കിലും ട്രാൻസ്ഫറർ കമ്പനിയുടെയും ട്രാൻസ്ഫറിംഗ് കമ്പനിയുടെയും തമ്മിൽ മെർജ് ചെയ്യും, കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകും. എന്നാൽ പർച്ചേസ് മെത്തേഡ് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി റിസർവും അതുപോലെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റു റിസർവുകളും ഉണ്ടെങ്കിൽ അതുമാത്രമേ എന്ത് ചെയ്യുള്ളൂ? പരസ്പരം മെർജ് ചെയ്യുകയുള്ളൂ. ട്രാൻസ്ഫറർ കമ്പനിയുടെയും ട്രാൻസ്ഫറിംഗ് കമ്പനിയുടെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളും പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും റിസർവുകൾ ഉണ്ടെങ്കിൽ അതുമാത്രമേ രണ്ട് കമ്പനികളുടെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയുള്ളൂ. എന്നാൽ മെർജിങ് മെത്തേഡ് പ്രകാരം എല്ലാ റിസർവുകളും ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലും റവന്യൂ റിസർവ് ആണെങ്കിലും പരസ്പരം മെർജ് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. പ്രധാനമായിട്ടും അമാൽഗമേഷൻ രണ്ട് തരത്തിലുമാണ്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.